നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നറിയോ? ബുദ്ബുദിലേക്ക്. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ പൂജാ സീസൺ ആയതിനെക്കൊണ്ട് ദുർഗാപൂജേനെ അനുബന്ധിച്ച് ഇപ്പോൾ ദേവീൻ്റെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് വലിയൊരു പാലസ് കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ദേവീൻ്റെ സ്റ്റാച്ചു വെക്കുന്നുണ്ട്. അതിനെന്തോ ഹിന്ദിയിൽ പറയും, എനിക്കത് അറിയില്ല. ഞാൻ ഇവിടെ ആരോടും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുക. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഈ റോഡുമ്മ കാണുന്നത്. ഇതൊക്കെ പലഹാരത്തിൻ്റെ ഷോപ്പാണ്, അത്രയുണ്ട്. ഇവിടുത്തെ എന്തൊക്കെയോ പലഹാരങ്ങളുണ്ട്, പക്ഷെ നമുക്കതൊന്നും വാങ്ങാനുള്ള സാഹചര്യമില്ല. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് വയറ് കിടക്കാൻ താല്പര്യമില്ലാത്തവരെക്കൂടെ നമ്മളത് വാങ്ങാണ്ട്. ഇതൊരു പാലസാണ്. ഇതിൽ വർക്ക് ചെയ്ത് മൊത്തം തെർമോക്കോൾ കൊണ്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇത് കെട്ടിയത് വെച്ചാൽ പാലസ് കെട്ടിയത് വെറും മുളയും തുണിയും മാത്രം വെച്ചിട്ട് കെട്ടിയതാണ്. എത്ര മാസത്തെ മെനക്കേടുണ്ട് എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം വെച്ചിട്ട് ആ ദേവീൻ്റെ ചൈതന്യം, മുഖത്തെ ചൈതന്യം എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായിരുന്നു. അപ്പോൾ അവരോട് ഇവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അവർ കാരണം 4-5 മാസം മുന്നേ എടുക്കുന്ന പ്രിപ്പറേഷനാണ് പോലും ഇത്. കാരണം ഓരോ ഭാഗത്തുള്ള ഓരോ പാലസ് കാണാനും അതിൻ്റെ ഉള്ളിലുള്ള ദേവീനെ കാണാനും അത്രയും നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാരണം അവരെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് പറഞ്ഞോട് അത്രയും ഭംഗിയുണ്ട് കാണാൻ. പോരാത്തതിന് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്ക് അത്രയും ട്രാഫിക് ഉണ്ട്. നമുക്ക് കാല് കുത്ത സ്ഥലമല്ല, അങ്ങനത്തെ തിരക്കാണ് അവിടെ. കാരണം ഇവരെ ഉത്സവമാണെന്ന് നവമി. നമ്മളെ നാട്ടിൽ നവമിക്ക് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇവരെ ഉത്സവമാണ് കേട്ടോ. ദുർഗാപൂജ, അതേപോലെ തന്നെ നവമി, ജന്മാഷ്ടമി, അങ്ങനെയൊക്കെ പറയുന്ന ഇവർക്ക് ഭയങ്കര പ്രധാനപ്പെട്ട പൂജകളാണ്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി. അവിടെ പോയപ്പോഴാണ് നമ്മളെ നാട്ടിൽ ചെന്ന പോലത്തെ ഒരു ചന്ത, അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ചെറുതായിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ കയറിയിട്ടോ. ഏറെക്കുറെ നാട്ടിൽ നിന്ന് കയറില്ല, പക്ഷെ ഇവിടെ നിന്ന് എന്തോ കയറാൻ ഭയങ്കര ധൈര്യമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നാട്ടിൽ 150 രൂപ വേണം മീലിൽ ഒന്നിന് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ 50 രൂപയുള്ളൂ കേട്ടോ. വലിയ സ്പീഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസ് വളരെ കുറവാണ്. നമ്മളെ നാട്ടിലത്തെ ഇവർ പറയുന്ന കേരളം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കൂടെ ഞാനും ഇഗയുടെ ഫ്രണ്ടും കൂടി ഒന്ന് തീവണ്ടി കയറിയിട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോരാത്തതിന് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിട്ടോ. നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ എൻ്റെ അമ്മേനെ എനിക്ക് ഓർമ്മ വന്നു. കാരണം ഇപ്പം അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ തിരിച്ചു വരില്ലായിരുന്നു. അവിടുന്ന് ചിലപ്പോൾ കത്തി വരെ അമ്മ എടുത്ത് വന്നേനെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബ്ലോക്കായിരുന്നു ഇവിടെ. ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് തന്നെ. എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ട്. അന്നപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.